أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباعوا بغضب على غضب وللكافرين عذاب مهين. ولقد آتينا موسى الكتاب وكفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم مستكبرتم ففريقا كذبتم وفريقا تقتلون. وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹലായ ഫദ്ല് നാം കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ബഖറയാണ്. അതിലെ 87, 88, 89 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. 3 ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ആതൈനാ മൂസൽ കിതാബ. നാം മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിതാബ് നൽകി, അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തൗറാത്ത് നൽകി. വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ. അദ്ദേഹത്തിന് ശേഷം, അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം തുടരെ നാം ദൂതന്മാരെ അഥവാ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് വആതൈനാ ഈസ ഇബ്ന മറിയമൽ ബയ്യിനാത്ത്. അവസാനം ഈസാ നബി, മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം വ്യക്തമായ അടയാളങ്ങൾ നൽകി. എന്നിട്ട് വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. പരിശുദ്ധാത്മാവിനാൽ നാം അദ്ദേഹത്തെ പ്രബലനാക്കുകയും ചെയ്തു. അഫകുല്ലമാ ജാഅകും റസൂലുൻ ബിമാ ലാ തഹ്വാ അൻഫുസുകും. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങളുടെ ഇച്ഛയ്ക്ക്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇണങ്ങാത്ത കാര്യങ്ങളുമായി
റസൂല് നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോഴെല്ലാം ഇസ്തക്ബർതും ഫരീഖൻ ഫഫരീഖൻ, നിങ്ങളിൽ ഒരു വിഭാഗം അഹങ്കാരികളായി ധിക്കാരികളായി നിങ്ങൾ മാറുകയുണ്ടായി. വഫരീഖൻ തഖ്തുലൂൻ, ഒരു വിഭാഗം ആ വന്ന അമ്പിയാക്കളിൽ പലരെയും കൊല ചെയ്യുകയുണ്ടായി. യഹൂദികളുടെ പാരമ്പര്യത്തെ സംബന്ധിച്ച് അല്ലാഹു പറയുകയാണ്, ബനു ഇസ്രാഈലിലെ അവസാനത്തെ പ്രവാചകനാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവസാനത്തെ പ്രവാചകൻ ബനു ഇസ്രാഈൽ. ആദ്യത്തെ പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗറാത്ത് നൽകി. അതിനുശേഷം ആ സമുദായത്തിലേക്ക് തുടരെ പ്രവാചകന്മാരെ വരുന്നു. ഏതുവരെ? അവസാനം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ. പക്ഷേ ഈ പ്രവാചകന്മാർ അവർക്ക് യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറയപ്പെട്ടാൽ, അവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയപ്പെട്ടാൽ ആ പ്രവാചകന്മാരെ അവർ ധിക്കരിക്കും, അവരംഗീകരിക്കാൻ തയ്യാറാകത്തില്ല. എന്നിട്ടോ ചില പ്രവാചകന്മാരെ അവര് വധിക്കുകയും ചെയ്തു. ദേഷ്യം കൊണ്ട് അവർ വധിച്ചു കളയുകയും ചെയ്തു. ഇതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ജൂതന്മാരുടെ പ്രവർത്തനം. ചിലർ, ബഹുമാനികളെ, എന്തിനാണ് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ നമ്മുടെ വേദഗ്രന്ഥത്തിലൂടെ എന്തിനാണ് ഈ സംഭവം, ഈ ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത്? ഇന്നും നമ്മുടെ ഉമ്മത്തിലേക്ക് അഥവാ നമ്മുടെ സമുദായത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിലെ പല കാര്യങ്ങളും അഥവാ അവർക്ക് യോജിക്കാത്ത പല കാര്യങ്ങളും പറയപ്പെടുമ്പോൾ അതിനോട് വല്ലാത്ത വെറുപ്പും ദേഷ്യവും, പറയുന്നവരോട് വലിയ ദേഷ്യവും വിമർശനവും ന്യായീകരണങ്ങളും എന്തെല്ലാം കേൾക്കണം അല്ലേ? ഇന്ന് കേൾക്കുന്നില്ലേ? കാരണം അവർക്ക് ഇഷ്ടമല്ലാത്തത് അത് വേദഗ്രന്ഥത്തിൽ ഉള്ളതാണെങ്കിൽ പോലും പറയാൻ പാടില്ല എന്നുള്ളതാണ് തത്വം. പൊതുതത്വം അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ, ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ, ദീനിൽ നിരക്കാത്ത, ദീനിൽ പാടില്ലാത്ത കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈർഷ്യ തോന്നും, ദേഷ്യം തോന്നും. ആ ദേഷ്യം വേദഗ്രന്ഥത്തിനോട് മാത്രമല്ല, ആ വേദഗ്രന്ഥത്തിന്റെ ഉദ്ബോധനം നടത്തുന്ന ആളുകളോടും പ്രത്യേകിച്ച് ഉലമാക്കളോട് പോലും ദേഷ്യവും വൈരാഗ്യവും പുച്ഛവും ഇതൊക്കെ തോന്നും. ഇതാരുടെ പാരമ്പര്യമാണ്? ജൂതന്മാരുടെ പാരമ്പര്യമാണ്. പണ്ട് ജൂതന്മാരാണ് അങ്ങനെ ചെയ്തിരുന്നത്, യഹൂദികളാണ് അങ്ങനെ ചെയ്തിരുന്നത്. പ്രവാചകന്മാർ പ്രബോധനം നടത്തുമ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തതിനെ തള്ളിക്കളഞ്ഞ് അവർ അഹങ്കാരികളായി മാറും, ചോദ്യം ചെയ്യുന്നവരായി മാറും. രണ്ടാമതോ വകവരുത്തിക്കളയും, കൊന്നുകളയും. യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊന്നുകളഞ്ഞവരവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിഷ റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട്. വ അയ്യദിനാഹു ബിറൂഹിൽ ഖുദ്സ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പ്രബലനാക്കി, പിന്തുണ കൊടുത്ത്, ശക്തി കൊടുത്തത് എന്തുകൊണ്ടിട്ടാണ്? ബിറൂഹിൽ ഖുദ്സ് എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ കൊണ്ടെന്ന് പറഞ്ഞു. ആരായി പരിശുദ്ധാത്മാവ്? ബഹുഭൂരിഭാഗം ഉലമാക്കളും മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തുന്നത് അത് ജിബ്രീലാണെന്നാണ്. ജിബ്രീലിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശ്രേഷ്ഠതപ്പെടുത്തി പ്രബലനാക്കുകയുണ്ടായി. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളഅ ലി ഹസ്സാൻ ഇബ്നു സാബിത്ത് മിമ്പറൻ ഫിൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഒരു മിമ്പർ അഥവാ ഒരു പീഠം, മിമ്പർ എന്ന് പറഞ്ഞാൽ പ്രസംഗ പീഠം എന്നാണ്, ഒരു പീഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ആർക്ക് വേണ്ടിയാണ്? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. നബിയുടെ ഒരു സഹാബിയാണ്, അദ്ദേഹത്തിന് വേണ്ടിയാണ് സ്ഥാപിച്ചത്.
എന്നിട്ട് ഫകാന യുനാഫിഖു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം എന്നും ആ പീഠത്തിൽ കയറി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പാടുമായിരുന്നു. നിബിതങ്ങളെ പുകഴ്ത്തി പാടുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അയ്യിദ് ഹസ്സാന ബിറൂഹിൽ ഖുദുസ്, അല്ലാഹുവേ ഹസ്സാനെ റൂഹുൽ ഖുദുസിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തെ അറിയപ്പെട്ടത് ഷാഇറുൻ നബി എന്നാണ്, നബിയുടെ കവി എന്നാണ്. നബിയുടെ കവി എന്നാണ്, നബിയുടെ കവി എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഏതുപോലെ അല്ലാഹുവേ നിന്റെ നബിയെ, അങ്ങയുടെ നബിയെ വാഴ്ത്തി പുകഴ്ത്തി പറയുന്നത് കൊണ്ട്, പാടുന്നത് കൊണ്ട് അല്ലാഹുവേ നീ റൂഹുൽ ഖുദുസിനെ കൊണ്ട്, ജിബ്രീലിനെ കൊണ്ട് നീ ഹസ്സാനെ ശക്തിപ്പെടുത്തണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഒരു പീഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് നബവിയിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കി കൊടുക്കുകയുണ്ടായി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ് കേട്ടത്. അവസാനം ബഹുമാനപ്പെട്ട ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു പാടുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, വജിബ്രീലു റസൂലുള്ളാഹി ഫീനാ വറൂഹുൽ ഖുദൂസ് ലൈസ ബിഹി ഖഫാഹു. അദ്ദേഹം പാടുകയുണ്ടായി, ജിബ്രീൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ദൂതനായി എത്തുന്നു. ഒപ്പം അദ്ദേഹം റൂഹുൽ ഖുദുസാണ്, പരിശുദ്ധാത്മാവാണ് അദ്ദേഹം ജിബ്രീൽ. ലൈസ ബിഹി ഖഫാഹു, അത് നമ്മുടെ അടുക്കൽ വളരെ വ്യക്തമായി നമ്മൾക്ക് വ്യക്തമാകുകയില്ല. പക്ഷേ അല്ലാഹു ധൈര്യം നൽകപ്പെടുന്ന, അല്ലാഹു പിൻബലം നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് ജിബ്രീൽ എന്ന് ജിബ്രീലിനെ പുകഴ്ത്തിക്കൊണ്ട് മഹാനായ ഹസ്സാൻ റളിയല്ലാഹു തആല അൻഹു പാടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. വഖാലു ഖുലൂബുനാ ഗുൽഫ്, അവർ പറയുമത്രേ ഞങ്ങളുടെ ഹൃദയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഇതൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അള്ളാഹ് പറയുകയാണ്, അവര് പറയുന്നത് തെറ്റാണ്, അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞിട്ടൊന്നുമില്ല. പിന്നെന്താണ്? അവരുടെ നിഷേധം കാരണത്താൽ അല്ലാഹു തആല അവരെ ശപിച്ചത് കൊണ്ടിട്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. അവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാണ്. അവരിൽ കുറച്ച് ആളുകൾ മാത്രമാണ് അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രവാചകരിലും അവർക്ക് അയക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചിട്ടുള്ളത്. അല്ലാതെ അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞുപോയതൊന്നുമല്ല. അല്ലാഹു തആല അവരുടെ നിഷേധം കാരണത്താൽ അവരെ ശപിച്ചത് കൊണ്ടിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിക്കുകയാണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അയക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അയക്കപ്പെട്ടിട്ടുള്ള നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ വേദഗ്രന്ഥം അഥവാ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനാകട്ടെ മുസദ്ദിഖുൽ ലിമാ മഅഹും, അവരോടൊപ്പമുള്ള വേദഗ്രന്ഥത്തിനെ ശരിവെക്കുകയും ചെയ്യുന്നു. അതാണ് ഖുർആനിന്റെ പ്രത്യേകത. അവരോടൊപ്പമുള്ള അഥവാ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ ഇങ്ങനെ തുടങ്ങിയ വേദഗ്രന്ഥങ്ങൾ, മുമ്പ് ഇറക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുകയും ചെയ്യുന്നു. അവരാകട്ടെ വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, അവരോ ഈ വേദഗ്രന്ഥം വരുന്നതിന് മുമ്പ് അഥവാ ഖുർആൻ വരുന്നതിന് മുമ്പ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, നബി തങ്ങളുടെ കാലഘട്ടത്തിലും അതിനു മുമ്പും ജീവിച്ചിരുന്ന ആളുകൾ ഈ വേദഗ്രന്ഥം വരുന്നതിന് മുമ്പ് അത്തരമൊന്നിലൂടെ അഥവാ അങ്ങനെയുള്ളൊരു വേദഗ്രന്ഥത്തിലൂടെ അത്തരം ഒരു വേദഗ്രന്ഥത്തിലൂടെ അവിശ്വാസികളെ പരാജയപ്പെടുത്താനായി അവർ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ഒരു സംഭവമാണ് കേട്ടോ. അഥവാ പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി വരുന്നതിന് മുമ്പ് ജൂതന്മാർ അഥവാ യഹൂദികൾ അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവാചകന്റെ വരവിനെ അവർ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു വേദഗ്രന്ഥം ഇനി ഉണ്ടാകും എന്നും അതിനെ മനസ്സിലാക്കിക്കൊണ്ടിട്ട് അവർ ദുആ ചെയ്യുമായിരുന്നു, അവർ പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു? ശത്രുക്കൾക്കെതിരെ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ബഅത്ത് ഹാദൻ നബിയല്ലദീ നജിദുഹു മക്തൂബൻ ഇൻദനാ, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആ നബിയെ അല്ലാഹുവേ നീ ഞങ്ങളിലേക്ക് അയക്കണമേ, ആ നബിയെ നീ ഞങ്ങളിലേക്ക് അയക്കണമേ. ഏതുവരെ? ഹത്താ നുഅദ്ദിബൽ മുശ്രികീൻ, ഞങ്ങളുടെ എതിരാളികളായ ഈ മുശ്രിക്കീങ്ങളെ അവരുടെ മേൽ ശിക്ഷ ഇറക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആ പ്രവാചകനെ നീ ഞങ്ങളിലേക്ക് അയച്ചു തരണമേ എന്ന് ഇവര് ദുആ ചെയ്യുമായിരുന്നു, അത്രേ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോഴോ ഫലമ്മാ ബഅത്തല്ലാഹു മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രവാചകനായി നിയോഗിച്ചപ്പോൾ വറഔ അന്നഹും മിൻ ഗയ്യറഹും കഫറൂ ബിഹി ഹസദൻ ലിൽ അറബ്, അറബികളോടുള്ള അസൂയ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവര് അവിശ്വസിക്കുകയുണ്ടായി, തള്ളിപ്പറയുകയുണ്ടായി, അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതാണ് കാരണം. കണ്ടോ, അവരുടെ ആപൽ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന പ്രവാചകനെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് അയക്കണമേ എന്ന് നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരുന്ന ഈ മനുഷ്യന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനായി വന്നപ്പോ കഫറു, അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. എന്താ കാരണം? ഹസദൻ ലിൽ അറബ്, അറബികളോട്. നബി തങ്ങൾ അറബി പ്രവാചകനാണ്, ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ്. ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് അറബ് സമൂഹം എന്ന് പറയപ്പെടുന്നത്. ആ അറബ് സമൂഹത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിരിക്കുന്നത്. അങ്ങനെ അറബികളോട് മൊത്തത്തിലുള്ള അസൂയ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഏത് സ്ഥിതിയിൽ? വഹും യഅലമൂന അന്നഹു റസൂലുള്ളാഹ്. കണ്ട, അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. അവരുടെ വേദഗ്രന്ഥം പറഞ്ഞ അടയാളങ്ങൾ മുഴുവനും ഈ മുഹമ്മദ് റസൂലുള്ളാഹിയിലുണ്ട്. ഇത് പ്രവാചകനാണ്, വന്നിരിക്കുന്ന പ്രവാചകനാണ് എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ടും അവരെന്ത് ചെയ്തില്ല? വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവരറിഞ്ഞു മനസ്സിലാക്കിയ പ്രവാചകൻ അവരടുക്കലേക്ക് വന്നപ്പോൾ അവർ ആ പ്രവാചകനെ നിഷേധിക്കുകയുണ്ടായി. അക്കാരണത്താലും ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിഷേധികളായ ആളുകളുടെ മേൽ ശാപമിറക്കുകയുണ്ടായി, അല്ലാഹു ശപിക്കുകയുണ്ടായി. പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഇവിടെ രണ്ട് ആയത്തുകളിൽ അല്ലാഹുവിന്റെ ശാപത്തിനെ പറ്റി പറഞ്ഞു. ഒന്ന്, മുൻകാല പ്രവാചകന്മാരിലും അതുപോലെ തന്നെ അവർക്ക് അയക്കപ്പെട്ട വേദഗ്രന്ഥത്തിലും വിശ്വസിക്കാതെ അഹങ്കാരികളായി, ധിക്കാരികളായി അതിനെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിലും പ്രവാചകന്മാരെ കൊന്നതിന്റെ പേരിലും ഒന്നാമത്തെ ശാപം. രണ്ടാമത്തെ ശാപം വ്യക്തമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാനിരിക്കുന്ന പ്രവാചകനാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ആ പ്രവാചകനിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ രണ്ടാമത്തെ ശാപം. എത്ര ശാപം? അള്ളാഹുവിന്റെ ശാപം. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ വേദഗ്രന്ഥം, ഈ ഉമ്മത്തിന് നൽകിയ വേദഗ്രന്ഥം ആഖിർ സമാൻ വരെ അഥവാ അവസാന കാലഘട്ടം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും
അവരുടെ ജീവിത പദ്ധതിയായി അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ ഉദ്ബോധനങ്ങൾ കേൾക്കുന്നു, അതിലെ ഹലാലുകളും ഹറാമുകളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് യോജിക്കുന്നതോ യോജിക്കാത്തതോ അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല. ഖുർആൻ പറഞ്ഞതാണോ, അല്ലാഹ് പറഞ്ഞതാണോ, നബി പറഞ്ഞതാണോ, അതിനെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും ആ ഒരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 87 മുതൽ 89 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്ത് കേട്ടത്, മനസ്സിലാക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وكفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب